ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ പുതിയ ഉയരങ്ങളിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിൽ 9,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലോകത്തെ സുരക്ഷാ വെല്ലുവിളികളിന്മേലുള്ള സംവാദങ്ങൾക്ക് വേദിയൊരുക്കി മ്യൂണിക് സമ്മേളനത്തിന് തുടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണത്തിനും ദുരന്ത മുന്നറിയിപ്പിനുമുള്ള ഇൻസാറ്റ് 3DS വിക്ഷേപണം നാളെ ശ്രീഹരിക്കോട്ടയിൽ. നഗരവൽക്കരണത്തിനനുസൃതമായി ആരോഗ്യ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപൂർവ രോഗപരിചരണത്തിനായുള്ള കെയർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പദ്ധതിക്ക് കീഴിൽ റോഡ്, റെയിൽവേ, കുടിവെള്ളം, ഊർജ്ജം, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചത്. ഈ പദ്ധതികൾ വഴി ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓരോ കുടുംബത്തെയും സമൃദ്ധമാക്കുകയാണ് വികസിത ഭാരതം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 5,000 കോടിയിലധികം രൂപയുടെ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഡൽഹി മുംബൈ 8-വരിപ്പാതയുടെ 3 പുതിയ സെക്ഷനുകൾ, ഉദയ്പൂർ ബൈപ്പാസ് എന്നിവ പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഹരിയാനയിലെ രേവാരിയിൽ 9,700 കോടിയിലധികം രൂപയുടെ നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. നഗരഗതാഗതം, ആരോഗ്യം, റെയിൽ, ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. വിശദാംശങ്ങളിലേക്ക്. നിലവിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ പുതിയ ഉയരങ്ങളിലെത്തിയതായി പറഞ്ഞു. ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്നും NDA സർക്കാരിന്റെ 3ാം ടേമിൽ ഇന്ത്യ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ 3ാം സ്ഥാനത്തെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 15 എയിംസ് അനുവദിച്ചതായും 300 പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കുകയും വിമുക്ത ഭടന്മാർക്ക് 1 ലക്ഷം കോടി രൂപ അനുവദിക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. റെവാരിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. ഏകദേശം 1,650 കോടി രൂപ ചെലവിൽ 203 ഏക്കർ സ്ഥലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്നത്. പുതിയ റെയിൽവേ ലൈനിന്റെ സമർപ്പണവും രോഹ്തക്, മെഹ്റം, ഹൻസിക് പുതിയ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. 5,450 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഗുരുഗ്രാം മെട്രോ റെയിൽ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ UK വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൂണുമായി ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UK ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചുള്ള ആഗോള പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച നടത്തിയെന്ന് ജയശങ്കർ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇന്നു മുതൽ ഫെബ്രുവരി 18 വരെയാണ് മ്യൂണിക് സുരക്ഷാ സമ്മേളനം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് സമ്മേളനം വേദിയാകും. സായുധ സേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി 84,560 കോടി രൂപയുടെ നിർദ്ദേശങ്ങൾ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ അംഗീകരിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. ന്യൂ ജനറേഷൻ ആന്റി ടാങ്ക് മൈനുകൾ, എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാർ, ഹെവി വെയ്റ്റ് ടോർപിഡോകൾ, മീഡിയം റേഞ്ച് മാരിടൈം റെക്കണൈസൻസ്, ഫ്ലൈറ്റ് റീഫ്യുവലർ എയർക്രാഫ്റ്റ് മുതലായവയ്ക്കു വേണ്ടിയാവും തുക ചെലവഴിക്കുക. ഇൻസാറ്റ് 3DS ഉപഗ്രഹം വഹിച്ചുകൊണ്ടുള്ള GSLV F-14ന്റെ വിക്ഷേപണം നാളെ വൈകിട്ട് 5:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നടക്കും. GSLVയുടെ 16ാമത്തെ വിക്ഷേപണമാണിത്. മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, ദുരന്ത മുന്നറിയിപ്പ്, കരയുടെയും സമുദ്രത്തിന്റെയും ഉപരിതല നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. നഗരവൽക്കരണത്തിന് അനുസൃതമായി ആരോഗ്യ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപൂർവ രോഗപരിചരണത്തിനായുള്ള കെയർ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
42 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 37 ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അപൂർവ രോഗപരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പുതിയ സമഗ്ര പദ്ധതിയാണ് കെയർ. മറാത്ത സമുദായത്തിന് സംവരണം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അനുകൂലമാണെന്നും അതിനായി ഈ മാസം 20-ന് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. സഭയിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. CMRL എക്സാലോജിക് പണമിടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. കരിമണൽ കമ്പനിയായ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് സേവനങ്ങൾ നൽകാതെ വലിയ തുക കൈമാറിയെന്ന പരാതിയിലാണ് SFIO അന്വേഷണം നടത്തുന്നത്. വിചാരണ കോടതികളെ കീഴ്ക്കോടതികൾ എന്ന് വിളിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്. വിചാരണ കോടതി രേഖകളെ കീഴ്ക്കോടതി രേഖകളെന്ന് വിളിക്കാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശമുണ്ട്. വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വനം വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. കുറുവാദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പുൽപ്പള്ളി വെള്ളച്ചാലിൽ പോളാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ചെറിയമല കവലയിൽ ഇദ്ദേഹത്തെ കാട്ടാന ആക്രമിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ ആളാണ് വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് നാളെ ജില്ലയിൽ LDFും UDFും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 2 വിക്കറ്റിന് 207 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ടിനു വേണ്ടി ബെൻ ഡക്കറ്റ് സെഞ്ചുറി നേടി. ഇംഗ്ലണ്ട് ഓപ്പണർ സാക് ക്രോളിയെ പുറത്താക്കിയ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന ചരിത്ര നേട്ടം കരസ്ഥമാക്കി. നേരത്തെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 445-ന് അവസാനിച്ചിരുന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. ഒഡീഷയോടും പഞ്ചാബിനോടും തോറ്റ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ കളി നിർണായകമാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത സങ്കല്പയാത്രയുടെ രണ്ടാംഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പൂന്തുറയിലും പാച്ചല്ലൂരുമായിരുന്നു പര്യടനം. എറണാകുളത്ത് പെരുമ്പാവൂരിലും കോഴിക്കോട് ഇരഞ്ഞിക്കൽ, അരീക്കോട് എന്നിവിടങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ SSLC പൊതുപരീക്ഷ അടുത്ത മാസം 4 മുതൽ 25 വരെ നടക്കും. SSLC മോഡൽ പരീക്ഷ ഈ മാസം 19 മുതൽ 23 വരെയാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ മാർച്ച് 1 മുതൽ 26 വരെ ആയിരിക്കും. കേരളത്തിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ശരീരത്തിൽ കൂടുതൽ സമയം സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സോഫ്റ്റ് പവർ എന്ന നിലയിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയ്ക്കും ഇറ്റലിക്കും ഒരേ ലോകവീക്ഷണമാണുള്ളതെന്ന് ഇന്ത്യയിലെ ഇറ്റാലിയൻ അംബാസഡർ വിൻസെൻസോ ഡി ലൂക്ക പറഞ്ഞു. പ്രതിസന്ധികൾ നിറഞ്ഞ ആഗോള രാഷ്ട്രീയത്തിൽ ഇനി സമാധാനത്തിന്റെ സമയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആഹ്വാനമാണ് G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ നാഴികക്കല്ലായതെന്നും വിൻസെൻസോ പറഞ്ഞു. തിരുവനന്തപുരം ടെക്നോപാർക്കിൽ നടക്കുന്ന സോഫ്റ്റ് പവർ ക്ലബ്ബ് ദ്വിദിന വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലേഷ്യയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ വനിതാ ടീം ഹോങ്കോങ്ങിനെ 3-0 പരാജയപ്പെടുത്തി. സെമി ഫൈനലിൽ സ്ഥാനം ഇതോടെ ഉറപ്പിച്ചു. ആദ്യ സിംഗിൾസിൽ PV സിന്ധു ഹോങ്കോങ്ങിന്റെ മുൻനിര താരം ലോ സിൻയാനെ 21-7, 16, 21, 21, 12-ന് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ പുതിയ ഉയരങ്ങളിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിൽ 9,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലോകത്തെ സുരക്ഷാ വെല്ലുവിളികളിന്മേലുള്ള സംവാദങ്ങൾക്ക് വേദിയൊരുക്കി മ്യൂണിക് സമ്മേളനത്തിന് തുടക്കം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു.
കാലാവസ്ഥാ നിരീക്ഷണത്തിനും ദുരന്ത മുന്നറിയിപ്പിനുമുള്ള ഇൻസാറ്റ് 3DS വിക്ഷേപണം നാളെ ശ്രീഹരിക്കോട്ടയിൽ. നഗരവൽക്കരണത്തിനനുസൃതമായി ആരോഗ്യ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപൂർവ രോഗ പരിചരണത്തിനായുള്ള കെയർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ മത്സരം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.